കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രനുമായി ഏഷ്യാനെറ്റിലെ ഒരു അഭിമുഖം നടത്തി. അതിൽ സുരേന്ദ്രൻ പറഞ്ഞൊരു കാര്യമാണ് ഹൂ കെയേഴ്സ്. അതാണിപ്പോൾ പറയാൻ പറ്റാത്ത ഒരു വാക്കായി മാറിയിരിക്കുന്നത് എന്നുള്ളത്. കേരളക്കര മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്തത് ഹൂ കെയേഴ്സിനെ കുറിച്ചാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 16 വയസ്സ് മുതൽ 60 വയസ്സായവർ വരെ ഉണ്ട് എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പീഡന പരമ്പരകളിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇയാൾ ഓടി നടന്ന് പീഡിപ്പിക്കുകയായിരുന്നു എന്നാണിപ്പോൾ. അതായത് ഈ സമരം വിളിക്കാൻ സമയമുണ്ട്, റീൽസ് എടുക്കാൻ സമയമുണ്ട്. ഇതിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഇപ്പോൾ സമരം കണ്ടാൽ അതിൻ്റെ മുന്നിൽ പന്തിയിൽ ഇയാളുണ്ട്. റീൽസ് എടുക്കാൻ ഒരു 10-15 റീൽസ് ഒരു ദിവസം കണ്ടാൽ അതിലൊരു 5 എണ്ണത്തിൽ ഇയാളുണ്ടാവും. ഇതിനിടയ്ക്ക് എപ്പോഴാണ് ഇയാൾക്ക് ഈ പീഡിപ്പിക്കാൻ പോകുന്ന സമയം എന്നുള്ളതാണ് ചോദ്യം. മാത്രമല്ല ഈ ഇതിൽ 1-2 മാധ്യമ പ്രവർത്തകരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ഒതുക്കി തീർക്കാൻ മുതിർന്ന, അതായത് ഭയങ്കര ഈ നിലപാടുകളൊക്കെ വ്യക്തമാക്കുന്ന മാധ്യമ പ്രവർത്തകർ വരെ ഇത് ഒതുക്കി തീർക്കാൻ നിന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല. സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുകയും പിന്നെ സ്ത്രീപക്ഷത്താണ് ഞാനെന്ന് പറയുകയും ഇരയ്ക്കൊപ്പമാണ് എന്ന് പറയുകയും ചെയ്യുന്നവരൊക്കെ ഇത് ഒതുക്കി തീർക്കാൻ ഇരയോട് സംസാരിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ഈ ഇപ്പോൾ ബാംഗ്ലൂർ പോയി പിന്നെ ഗർഭചിത്രത്തിൻ്റെ അതിൻ്റെ കാര്യങ്ങൾ എടുക്കാനായി ക്രൈംബ്രാഞ്ച് ബാംഗ്ലൂർ പോയി എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പോയാൽ കിട്ടാവുന്നതാണോ? ഇതൊരു സ്വകാര്യമായ ഒരു 2 പേർ തമ്മിലുള്ള ഒരു ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്ന ഒരു ലൈംഗിക ബന്ധം, അതുമൂലമുണ്ടായ ഗർഭം, അത് 2 പേരുടെ ഇഷ്ടപ്രകാരം കളഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഒരാളുടെ ഇഷ്ടപ്രകാരം കളഞ്ഞാലോ അതിൻ്റെ സ്വകാര്യത പുറത്തുവിടാൻ ഏതെങ്കിലും ആശുപത്രികൾ തയ്യാറാകുമോ? തന്നെ ഇതിനകത്ത് ഈ സ്വകാര്യതയുടെ പ്രശ്നമോ അല്ലെ 2 വ്യക്തികൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ പ്രശ്നമല്ല. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഒരു ചെറുപ്പക്കാരൻ. അതെ. അപ്പോൾ തീർച്ചയായിട്ടും അയാളോടൊപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ ഇയാളെപ്പറ്റി മൊത്തത്തിൽ കേൾക്കുന്നത് പ്രായവ്യത്യാസമില്ലാതെ, ലിംഗവ്യത്യാസമില്ലാതെ. കാരണം കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു വലിയ പട്ടിക പുറത്തു വരുന്നത്. അതിനകത്തിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കാര്യം, കോൺഗ്രസിൻ്റെ ഒരു പ്രമുഖനായ MP-യുടെ മകൾ വരെ ഈ പട്ടികയിൽ പെട്ടു എന്നുള്ളതാണ്. അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം പിന്നെ അതുപോലെ തന്നെ അതിനകത്തുള്ള എഴുത്തുകാരികൾ, എല്ലാ സമസ്ത മേഖലകളും സ്ത്രീകളെ കൈവെക്കുന്ന ഒരു 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 എന്താ പറയുന്നത്, ഒരു വൈകൃതമായ മനസ്സിനുടമയായി ഇയാൾ മാറി എന്നുള്ളതാണ്. പക്ഷെ ഒരുപക്ഷെ ഇയാൾക്കിപ്പോൾ ആരാധകരൊക്കെ ഉണ്ടാവാം. കാരണം ഇപ്പോഴത്തെ ഒരു കാലമെന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ കൂടെ ആരാധിക്കുന്ന ഒരു സംസ്കാരമുള്ള കാലമാണിത്, നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും ഈ എഴുത്തുകാരി, അവതാരക, മാധ്യമപ്രവർത്തക, വിദ്യാർത്ഥി, അങ്ങനെ ഈ എല്ലാ മേഖലയിലുമുള്ള ആളുകൾ ഇതിനകത്തിൽ പെട്ടിട്ടുണ്ട്. നമ്മളൊക്കെ ഇപ്പം ഞാനൊക്കെ അഭിഭാഷകനാണെങ്കിൽ പോലും നമുക്ക് ഈ മാധ്യമപ്രവർത്തകർ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ബഹുമാനമൊക്കെ ഉണ്ട്. കാരണം എന്താ ചോദിച്ചാൽ ഈ എല്ലാ ആളുകളെ ഇൻ്റർവ്യൂ ചെയ്യുന്നു, കാര്യങ്ങൾ പഠിക്കുന്നു, ഓരോ വിഷയങ്ങളെപ്പറ്റി അവർക്ക് ആധികാരികമായ അറിവുള്ളവരാണ്. ഒരു മാധ്യമപ്രവർത്തകനോ അറിവില്ലാത്ത ഒരാൾക്ക് ഈ മേഖലയിൽ നിൽക്കാൻ പറ്റില്ല. അപ്പം അത്രയും അറിവുള്ള മാധ്യമപ്രവർത്തകരെ വരെ ചൂഷണം ചെയ്ത് അവരെ വരെ ഇത്തരത്തിലുള്ള ഗർഭഛിദ്രത്തിനും ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാളാണ്. അപാരമായ കഴിവ് ഉള്ള പത്തനംതിട്ട ജില്ലയ്ക്ക് കൂടി ഒരു മുതൽക്കൂട്ടാണ് യഥാർത്ഥത്തിൽ. സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് കൊടുക്കേണ്ട ആളാണ്. കാരണം ഇയാൾ നോക്കൂ, ഇതിനകത്തിലെ അപകടം ഞാൻ പറഞ്ഞു വന്ന ഇതിനകത്തിലെ അപകടം, ഒരു ജനപ്രതിനിധിയായ ഈ ചെറുപ്പക്കാരനെ കാണാൻ പലതരത്തിൽപ്പെട്ട ആളുകൾ ഇയാളെ കാണാൻ വേണ്ടി പോകും. വിധവകൾ പോകും, കുട്ടികൾ പോകും, പെൺകുട്ടികൾ പോകും. ഒരു MLA, നമുക്കറിയാം, ഒരു MLA സംബന്ധിച്ച് പറയാം, MLAയുടെ അടുത്ത് ആരൊക്കെ പോകേണ്ടി വരും. അപ്പോൾ ഈ പോകുന്നവരുടെ ഭാവി എന്താണ്? ഗൂഗിൾ പേ വഴി മെസ്സേജ് അയക്കുന്ന, വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്യുന്ന, പിന്നെ ഇനി ഫോളോ ചെയ്യരുത് അല്ലെങ്കിൽ ഇനി മെസ്സേജ് അയക്കരുത് വാൺ ചെയ്താൽ പോലും പിന്നെയും പുറകെ നടക്കുന്ന ഈ ഒരു മനുഷ്യൻ, അയാളുടെ ഒരു MLA ആയി അയാളുടെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ അയാളുടെ അടുത്ത് ചെല്ലുന്ന സ്ത്രീകളുടെ സുരക്ഷ എന്താണ്? അവിടെയാണ് നമ്മൾ ഇതിനകത്ത് കാണേണ്ടത്. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, എനിക്ക് തോന്നുന്നു ഇപ്പം ഞാനത് പറയുന്നത് യഥാർത്ഥത്തിൽ ശരിയല്ല എങ്കിൽ പോലും ഇയാളുടെ കൂടെ യൂത്ത് കോൺഗ്രസിൻ്റെ സഹഭാരവാഹികളായിട്ടുള്ള പെൺകുട്ടികളുടെ ഭാവി എന്താ ഇനി? കാരണം സ്വാഭാവികമായിട്ടും അവരും എന്താ പറയുന്നത്, ഒരു സംശയത്തിൻ്റെ നിഴലിലാണ്. കാരണം അതിൽ ചില പെൺകുട്ടികളും ഇയാൾ കാരണം പൊതുപ്രവർത്തനം നിർത്തിയെന്ന് പറയുന്ന KSUവിൻ്റെ പ്രവർത്തകരുണ്ട്. ഇയാൾ കാരണം പൊതുപ്രവർത്തന രംഗത്തു നിന്നും സ്വയം മാറിപ്പോയി എന്ന് പറയുന്ന, അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ അങ്ങനെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കന്മാരുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി പെൺകുട്ടികൾ ഇത്തരത്തിൽ പീഡനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത്. പിന്നെ ബാംഗ്ലൂരിൽ അന്വേഷണ സംഘം പോയതിനെപ്പറ്റി നമ്മൾ പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ
ഈ ബാംഗ്ലൂരിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, കേരളത്തിൽ തന്നെ, നമുക്കൊക്കെ തന്നെ അറിയാം കേരളത്തിൽ തന്നെ. പക്ഷേ ഈ പെൺകുട്ടികൾ ഈ സമൂഹം ഈ ബാംഗ്ലൂരിലേക്ക് അന്വേഷണ സംഘം പോകുന്നു, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഗർഭഛിദ്രം നടത്തിയിട്ടുള്ള ഒരു ആശുപത്രിയുടെ പേര് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പം അത്തരത്തിലൊക്കെ പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ പരാതി കൊടുക്കുമ്പോൾ അവർക്ക് സമൂഹത്തിൽ കൂടി സമൂഹമായി ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും CPM-നും കോൺഗ്രസിനും BJP-ക്കും എല്ലാം ഈ സോഷ്യൽ മീഡിയയിലുള്ള അല്ലെങ്കിൽ സൈബർ ഗുണ്ടകൾ എന്ന് പറയുന്ന, നമ്മളിപ്പോൾ അതിനെ സൈബർ ഗുണ്ടകൾ എന്ന് പറയാൻ പറ്റത്തെങ്കിലും ഒരു സൈബർ കാര്യങ്ങൾ നോക്കുന്ന ഒരു ടീമുണ്ട്. ഈ ടീം എന്ത് ചെയ്യും? ഇവരെ വളരെ ബ്ലെയിം ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സംഘടിതരായിട്ടുള്ള ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിലുള്ള ഒരാൾക്കെതിരെ ഒരു ആരോപണവുമായി വരുമ്പം ഈ സ്ത്രീകൾ ആക്രമിക്കപ്പെടും, അത് ക്രൂരമായി ആക്രമിക്കപ്പെടും. ഇപ്പം നമ്മൾ ഈ ഇവിടം വരെ എത്തിയ ഒരു കാര്യത്തെ സംഗതിയിലേക്ക് വെളിച്ചം വീശിയത് ഒരു ഒരു പെൺകുട്ടി ഒരു സിനിമയിൽ 1-2 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, കുറച്ചു കാലം മാധ്യമ രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ പെൺകുട്ടി അത് ചിലപ്പോൾ അവരുടെ പശ്ചാത്തലം ഇടതുപക്ഷത്തോട്, അവരുടെ പിതാവ് ഇടതുപക്ഷവുമായിട്ട് ബന്ധമുള്ള ആളാണെന്നൊക്കെ പറയുമ്പോൾ പോലും ആ പെൺകുട്ടി വളരെ പക്വതയോടുകൂടിയാണ് പ്രതികരിച്ചത്. ആ പെൺകുട്ടി ഒരിക്കൽ പോലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. ആ പെൺകുട്ടി ഇതിനെപ്പറ്റി കൂടുതലായിട്ട് വെളിപ്പെടുത്തിയിട്ടില്ല. ആ പെൺകുട്ടി പറഞ്ഞത് എനിക്ക് മോശം അനുഭവം ഉണ്ടായി, ഞാനത് നിർത്തി. പക്ഷേ ഞാൻ KPCC പ്രസിഡൻറ്റുമായിട്ട് രമേശ് ഈ പ്രതിപക്ഷ നേതാവുമായിട്ടൊക്കെ ഇത്രയും ബന്ധമുള്ള ഞാൻ, അല്ലെങ്കിൽ എതിർത്ത എന്നോട് ഇത്തരത്തിലുള്ള സമീപനമാണെങ്കിൽ ഞാൻ പിന്നീട് അറിയുന്നു ഒരുപാട് പേരെ ഇത്തരത്തിൽ ഇയാൾ വല വീശി പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ യഥാർത്ഥത്തിൽ സമൂഹത്തിന് നൽകിയൊരു നല്ല മെസ്സേജാണ്. പക്ഷേ ആ പെൺകുട്ടിക്ക് പിന്നീടുണ്ടായ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പിന്നീട് ആ പെൺകുട്ടിക്കുണ്ടായ അറ്റാക്ക് വളരെ, നമ്മൾ പലപ്പോഴും ഈ നടിയോട് പിന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എന്ന് പറയും. പക്ഷേ നമ്മൾ ആ ഒരു കേസിനെക്കാട്ടിലൊക്കെ സിമ്പതിയുള്ള കേസാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കേസ്. ഇത്രയും മോശപ്പെട്ട പ്രവർത്തനം നടത്തിയ ഒരാൾക്ക് ഇത്രയും ജനപിന്തുണയ്ക്ക് വേണ്ടി ഇത്രയും തരത്തിലുള്ള ജനപിന്തുണയായി കൊണ്ടെന്നല്ല പറഞ്ഞാൽ, ഇനി അയാൾ എനിക്ക് തോന്നുന്നില്ല ഒരു പഞ്ചായത്ത് വാർഡിൽ പോലും മത്സരിച്ചാൽ ജയിക്കില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളെപ്പറ്റി ഇപ്പം നമ്മളിപ്പം പലരും പറയുന്നുണ്ട്, CPM-ലെ ചില പ്രമുഖ നേതാക്കന്മാരുടെ പേരുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പേര് പറയാതെ തന്നെ അറിയാമല്ലോ. അല്ലെങ്കിൽ മറ്റു ചിലരുടെ പേരുകൾ, BJP-യിലെ ചിലരുടെ പേരുകളൊക്കെ അങ്ങും പറയുന്നുണ്ട്. പക്ഷേ അതല്ല ഇത്. ആ കേസും ഈ കേസും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് യൂത്ത് കോൺഗ്രസിൻ്റെ, അതായത് നമ്മൾ കോഴി പഴയ കാലത്ത്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് കോഴി എന്ന് പറയുമ്പോൾ മറ്റേ ബ്രോയിലർ ചിക്കനാണ്, കൊത്ത കൂവുക എന്നൊക്കെ പറയും, കൊച്ചു കോഴികൾ. ഈ കോഴി കൊത്ത കൂവുമ്പോൾ അപ്പം ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാവുന്നതിന് മുമ്പ് തന്നെ പീഡനം എന്നാണ്. ഇപ്പം നമ്മുടെ കോൺഗ്രസിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഒരു സൂര്യനെല്ലി കേസിനകത്ത് പ്രതിയായ ഒരു കോൺഗ്രസ് നേതാവുണ്ട്. ആ കോൺഗ്രസ് നേതാവ് പ്രതിയായത് ഏത് കാലഘട്ടത്തിലാണ്? അദ്ദേഹം MP ആയി, അദ്ദേഹത്തിൻ്റെ ഒരു വലിയ 50 വയസ്സിന് മുകളിലെത്തിയപ്പോഴാണ് പിന്നീട് പ്രതിയായ CPM-ന്റെ ഒരു MLA സംബന്ധിച്ച് നമ്മൾ പറയും, അദ്ദേഹം ആ 10-60 വയസ്സ് കഴിഞ്ഞ് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം സിനിമാ മേഖലയിൽപ്പെട്ട ഒരാളാണ്. അപ്പം നമ്മുടെ സിനിമാ മേഖലയിൽ അങ്ങനെ അവർക്ക് ലൈസൻസ് ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷേ എങ്കിൽ പോലും അതിനൊക്കെ ഒരു മര്യാദ, നമ്മുടെ സിനിമയിൽ ബൈജുവിൻ്റെ ഒരു മര്യാദയൊക്കെ വേണ്ടേ എന്ന് പറഞ്ഞൊക്കെ, ഇത് ആ മര്യാദകളെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു പീഡന പരമ്പരയാണ് നടന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇയാൾ തീരെ ചെറുപ്രായത്തിൽ വളരെ ഒരു കുട്ടിത്തം വിട്ടുമാറി ഒരു യുവാവായ സമയത്ത് ഇത്രയും തരത്തിലുള്ള ലൈംഗിക അരാജകത്വത്തിന് അടിമയാണെങ്കിൽ ഒരിക്കലും ഇയാൾക്കെതിരെയുള്ള തെളിവുകൾ ശേഖരിക്കപ്പെടണം. പോലീസ് അതിനകത്തിൽ എഫക്റ്റീവായ എൻക്വയറിയിലേക്ക് പോകണം. തെളിവുകൾ കിട്ടാൻ യഥാർത്ഥത്തിൽ പിന്നെ വിദേശത്തെ പറ്റിയും പറയുന്നുണ്ട്, ദുബൈയിലും പറയുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ബാംഗ്ലൂരിൽ യാത്ര കൊണ്ട് മാത്രം പോലീസ് നിർത്താൻ പാടില്ല, വിദേശത്ത് വേണമെങ്കിൽ ലോകം മുഴുവൻ ചുറ്റേണ്ടി വരും. അത് വേണ്ടി വന്നാൽ അത് KPCC അക്കാര്യത്തിൽ ഫണ്ട് കൊടുത്ത് സഹായിക്കുകയും ചെയ്യണം സർക്കാരിന്. സർക്കാരിന് ഇപ്പോൾ വലിയ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഏൽപ്പിച്ചുകൊണ്ടിരിക്കുക. സ്വാഭാവികമായിട്ടും അതാണ് വേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ഒരാൾ ഒരിക്കലും കേരള നിയമസഭയിലോ ഒരു ഗ്രാമപഞ്ചായത്തിലോ, സാറേ ഇതിൻ്റെ കൂടെ സാർ ഒരു അഡ്വക്കേറ്റ് കൂടെ ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഒരു സുപ്രീം കോടതി അഭിഭാഷക അവരെഴുതിയിരുന്ന ഒരു പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: രാഹുൽ മാങ്കൂട്ടത്തിനെ ക്രൂശിക്കുന്നവരോട് ഒന്നേ ചോദിക്കാനുള്ളൂ, ഈ വിളിച്ചോണ്ട് പോകുമ്പോൾ ഈ ഹോട്ടലിൻ്റെ റൂം വരെ എത്തുമ്പോൾ, ഈ കതക് തുറന്ന് അകത്ത് കയറി ഈ കട്ടിലിൻ്റെ അടുത്ത് വരെ എത്തുമ്പോൾ അടുത്ത് നടക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ സമയത്ത് എന്തുകൊണ്ട് പ്രതികരിച്ചു, എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞ് പ്രതികരിച്ച് പുറത്തു പോയില്ല എന്നാണ് അവർ ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടല്ല, അതിന് ഉത്തരത്തിന് ഒരുപാട് തരത്തിൽ അതിന് ഉത്തരം പറയാൻ പറ്റും. കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ ഈ കേസിൽ വന്നാൽ, ഈ കേസിലാണ് അവർ ആ സുപ്രീം കോടതിയിലെ അഭിഭാഷക ഉദ്ദേശിക്കുന്നതെങ്കിൽ, യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സംസ്ഥാന പ്രസിഡന്റ്
ഇത്രയും ഷൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു, അതായത് ആദർശാധിഷ്ഠിത രാഷ്ട്രീയത്തെ പറ്റിയും ഗാന്ധിയൻ സമരമാർഗങ്ങളെ പറ്റിയും അല്ലെങ്കിൽ പിന്നെ സംശുദ്ധമായ പൊതുപ്രവർത്തന പാരമ്പര്യത്തെ പറ്റിയും ഒക്കെ വാതോരാതെ സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, ആ രാഷ്ട്രീയ നേതാവ് ഒരിക്കലും ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അവളെ ഒരു തവണ ഉപയോഗിച്ചതിന് ശേഷം അവളെ ഗർഭിണിയാക്കി പുറത്തു കളയാനാണെന്നുള്ള പ്രതീക്ഷയോടെ ആയിരിക്കില്ല ഈ പെൺകുട്ടി പോകുന്നത്. നമ്മളെപ്പോഴും അതിനെ ആ തരത്തിലൂടെ കാണണം തന്നെയാണ്. അല്ലാതെ ഈ പോകുന്ന പെൺകുട്ടികളെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പം ഞാൻ ഒരു പെണ്ണിനോട് നമ്മളതിനെ വിളിച്ചാൽ വരത്തില്ല, പക്ഷേ എങ്കിൽ പോലും ഒരു പെൺകുട്ടിയോട് നമ്മൾ പറയുകയാണ്, നമ്മൾ പെൺകുട്ടിയോട് പറയുകയാണ്, സ്വാഭാവികമായിട്ടും നമ്മൾ ഇഷ്ടമാണെന്നോ അല്ലെങ്കിൽ സ്നേഹമാണെന്നോ അവളോട് കുറച്ച് സ്നേഹമായി പെരുമാറിയാൽ നമ്മുടെ പ്രൊഫൈൽ കുറച്ച് ഉയർന്നതാണെങ്കിൽ തീർച്ചയായും ഈ പെൺകുട്ടി ചിലപ്പം നമ്മളെ വിശ്വസിക്കാൻ തയ്യാറാവും. കാരണം അവർ കാണുന്നത് എന്താണ്? അവർ കാണുന്നത് ഒരു 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 പ്രാക്ടീസിങ് ലോയറാണ്, അല്ലെങ്കിൽ കൊള്ളാവുന്ന ഒരാളാണ്, നല്ല ചടുലമായ ഭാഷയിൽ സംസാരിക്കുന്നു, വളരെ മാന്യമായി ഇടപെടുന്നു. അപ്പം എല്ലാ മനുഷ്യൻ്റെ ഒരു മുഖം മൂടിയുണ്ട്. സ്വാഭാവികമായിട്ടും ഇയാൾ ഈ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് ഇയാൾ ഇത്തരത്തിൽ കുട്ടികളെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ഇയാൾ വിളിക്കുന്നത് സ്റ്റാർ ഹോട്ടലിലേക്കാണ് വിളിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ അത് ആ സുപ്രീം കോടതിയിലെ എനിക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല, എങ്കിലും ആ സ്ത്രീ പറഞ്ഞത് ഒരിക്കലും ഒരു സ്ത്രീക്ക് പറയാൻ പാടില്ലാത്ത തരത്തിലുള്ള വാചകങ്ങളാണ്. പിന്നെ ഇതിനകത്തിൽ ഈ മാധ്യമരംഗത്തുള്ളവർ തന്നെ ഇതിനകത്തിൽ മധ്യസ്ഥത വഹിച്ചു എന്ന് പറയുമ്പം അത് അതീവ ഞെട്ടലുളവാക്കുന്നതാണ്. ഇവരൊക്കെ ഈ ചർച്ചകളിലൊക്കെ ഇവരൊക്കെ ദിലീപ് പീഡിപ്പിച്ചായിട്ടൊരു കേസില്ല, അല്ലെ ദിലീപിനെതിരെ ഒരു ആരോപണം മാത്രമാണ്. പക്ഷേ ആ വിഷയത്തിൽ ഒക്കെ ഈ എന്താ പറയുന്നത്, ചൊറിയാതെ വയ്യ അല്ലെങ്കിൽ നിരന്തരം ദിവസവും നിർഭയം എന്നൊക്കെ പറയുന്നവരൊക്കെ ഈ വിഷയം വന്നപ്പോൾ അവർ വേണ്ടത്ര മാധ്യമ ജാഗ്രത കാണിച്ചില്ല എന്നുള്ളതും ഈ മാധ്യമപ്രവർത്തകരോടൊപ്പം ചേർത്ത് പിടിക്കേണ്ട ആ ഒരു ചേർത്ത് നിർപ്പ് കണ്ടില്ല എന്നുള്ളതും പലപ്പോഴും ഞെട്ടലോടെ മാത്രമേ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ നമുക്കിതിനെ കാണാൻ കഴിയുള്ളൂ.